ഹായ്, ഇന്ന് ഒരു ബലൂണ്, വലിയ ബലൂണാണ്, 10 രൂപയുടെ ബലൂണാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതെന്താന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ. നമുക്ക് സംഗതി നടക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമ്മൾ മറ്റൊരു ബലൂണ് ഇതേപോലെ എയർ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു ബക്കറ്റിൽ ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗവും നമ്മൾ എംസാൻഡ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എംസാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മണലോ ഒക്കെ നമുക്ക് നിറച്ച് കൊടുക്കാം. ബലൂൺ നടുഭാഗത്ത് കുത്തനെ നിർത്തിയ ശേഷം നമ്മൾ ചുറ്റുഭാഗത്തും എംസാൻഡ് നിറച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ വേസ്റ്റ് കോട്ടൺ തുണികളാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സിമെൻ്റാണ്. സിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ സിമെൻറ്റ് നമുക്ക് വെള്ളം ചേർത്ത് ഒരു ടൈറ്റ് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ സിമെൻറ്റ് നമ്മൾ ടൈറ്റ് കുഴമ്പ് രൂപത്തിൽ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ കോട്ടൺ തുണി എടുക്കുന്നുണ്ട്. ഈ കോട്ടൺ തുണി നമ്മൾ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സിമെൻറ്റിൽ നന്നായിട്ട് മുക്കി, എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഈ ബലൂൺ നമുക്കിത് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു 1, 2, 3 ലെയർ വരെയൊക്കെ നമ്മൾ തുണി പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ബലൂണിൻ്റെ മുകൾ ഭാഗം നമ്മൾ പൊതിഞ്ഞെടുക്കുമ്പോൾ വെയിറ്റ് കാരണം അത് ചെരിഞ്ഞ് വീണ് പോകും. അപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമരോട് അത് ചേർത്ത് നിർത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയറും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെയറും നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അതായത് ബലൂൺ മുഴുവനായിട്ടും 3 ലെയർ നമ്മൾ തുണി പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ബലൂൺ മുഴുവനായിട്ടും 3 ലെയർ തുണിയിൽ നമ്മൾ പൊതിഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് എംസാൻഡ് സിമെൻറ്റും മിക്സ് ചെയ്ത് നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴയ്ക്കുന്ന രൂപത്തിൽ വെള്ളം വളരെ കുറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഒരു ചിരട്ട എടുത്തതിന് ശേഷം അതിനുള്ളിൽ നന്നായിട്ട് ടൈറ്റായിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ചിരട്ട പൊട്ടി ചുട്ടെടുക്കുന്നുണ്ട്. അതായത് ചിരട്ട ബ്രിക്സുകൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ പൊട്ടിയ ഒരു ഓൾഡ് ബോൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ ബ്ലേഡറൊക്കെ എടുത്ത് ഒഴിവാക്കിയ ശേഷം നമ്മൾ അതിനുള്ളിൽ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് എന്തെങ്കിലും നിറച്ചാൽ മതി, പേപ്പറോ എന്തെങ്കിലും നമുക്ക് നിറച്ചാൽ മതി. അതിനുശേഷം നമ്മളിത് ഒരു ബക്കറ്റിന് മുകളിൽ ഇതേപോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബലൂൺ ചെയ്തതുപോലെ തന്നെ ഈ ബോളും നമ്മൾ സിമെൻറ്റ് മുക്കിയ തുണിയിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 2 3 ലെയർ നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഓൾഡ് ബോൾ തന്നെ വേണമെന്നൊന്നുമില്ല. എയർ നിറയ്ക്കുന്ന പ്ലാസ്റ്റിക് ബോളുകളൊക്കെ എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് 3:1 എന്ന രീതിയിൽ എംസാൻഡ് സിമെൻറ്റ് മിക്സ് ചെയ്തെടുത്ത നനയ്ക്കാത്ത മിക്സാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കൈകൊണ്ട് വാരി എല്ലാ ഭാഗത്തും തേച്ച ശേഷം നമ്മളൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് തന്നെ നമ്മൾ മിനുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതെല്ലാ ഭാഗത്തും ആ മിക്സ് വാരി തേച്ച് നമ്മൾ മിനുക്കിയെടുത്തു. ഇത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതേപോലെ കയ്യിൽ ഇട്ട ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒന്നുകൂടി നമ്മളിത് നന്നായിട്ട് മിനുക്കിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബലൂണ് പൊതിഞ്ഞു, പിന്നെ നമ്മുടെ ബോൾ പൊതിഞ്ഞു, പിന്നെ നമ്മൾ ചിരട്ട പൊട്ടി ചുട്ടെടുത്തു. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ചിരട്ട പുട്ടെടുക്കാം. ആ ചിരട്ട ബ്രിക്സ് എടുത്തതിന് ശേഷം നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിരട്ട ബ്രിക്സ് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ബോൾ എടുക്കാം. അപ്പോൾ ബക്കറ്റിന് മുകളിൽ നിന്ന് നമുക്ക് ഇതേപോലെ പൊക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ, അതായത് ബോളിനുള്ളിലുള്ള നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബോളും അതിനുള്ളിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ അതാ ബോളിന് മുകളിൽ നമ്മൾ ചെയ്തെടുത്ത പോട്ട് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം അതേപോലത്തെ സൈഡ് ഭാഗം, അതായത് മുകളിലെ ബക്ക് ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റ് ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ചുഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 2 വട്ടം നമ്മൾ അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ബോട്ടിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ സിമെൻറ്റ് ചുഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബക്ക് ഭാഗം ഒന്ന് ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് മിനുക്കി റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ സിമെൻറ്റ് കുഴമ്പ് നമ്മുടെ ബലൂണിൻ്റെ മുകളിൽ, അതായത് ബലൂണ് പൊതിഞ്ഞെടുത്തതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത നനയ്ക്കാത്ത മിക്സ് അതിന് മുകളിൽ വാരി നമ്മളൊന്ന് തേച്ചെടുക്കുന്നുണ്ട്, ഈ മുകൾ ഭാഗത്ത് മാത്രം. അപ്പം മുകൾ ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ അത് ഇതേപോലെ പൊക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബക്കറ്റിലേക്ക് കുറച്ചുകൂടി എംസാൻഡ് നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. ആ നിറച്ചതിന് ശേഷം നടുഭാഗത്ത് ഒരു കുഴി പോലെ നമ്മൾ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ച് അതിന് മുകളിലേക്ക് നമ്മൾ ഇതേപോലെ കുത്തനെ ഇത് എടുത്തു വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പുറംഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ സിമെൻറ്റ് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ബലൂണിലെ എയർ ഒഴിവാക്കിയതിന് ശേഷം ആ ബലൂൺ എടുത്ത് മാറ്റാം. അപ്പോൾ അതാ എയർ ഒഴിവാക്കി നമ്മൾ ആ ബലൂൺ എടുത്ത് മാറ്റുകയാണ്. നമ്മുടെ ബലൂൺ പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് എംസാൻഡും സിമെൻറ്റും ചേർത്തതാ മിക്സ് ഇതേപോലെ കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ബലൂൺ പൊട്ടിയിട്ടൊന്നുമില്ലാതെ വീണ്ടും നമ്മൾ എയറൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം ഇതിലൊക്കെ നമുക്ക് വെള്ളം നിറച്ച് വെക്കണം. ഒരു 3-4 ദിവസം നമുക്ക് വെള്ളം നിറച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3-4 ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെച്ചു. പിന്നീട് ഒരു 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു. അപ്പോൾ അതായത് നമ്മുടെ ബോളിന് മുകളിൽ നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ പോട്ട് നമ്മൾ ഗോൾഡൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളിതാ ഗോൾഡൻ കളർ കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതേപോലെ കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ടപ്പുട്ടുകൾക്കൊക്കെ നമ്മളിതാ ഇതേപോലെ പെയിൻ്റ് അടിച്ചതിന് ശേഷം പല കളറിൽ 3 കളറിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ കണ്ണുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിൽ ഉരുളൻ കല്ല് ബോർഡർ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മളിതാ കടൽപ്പൂയി ചുരിഞ്ഞിട്ട് നമ്മളിതാ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതിന് കുറച്ച് വെയിറ്റ്, അതായത് അടിഭാഗത്ത് കുറച്ച് വെയിറ്റ് വേണ്ടിയത് കൊണ്ട് നമ്മൾ കുറച്ച് കടൽപ്പൂ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത്
അപ്പോൾ അതെല്ലാ പീസുകളും വെച്ച് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മുകൾ ഭാഗത്തെ പോട്ടിൽ നമുക്ക് ചെടി വെക്കണം. അപ്പോൾ അതാ ബലൂൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ക്രാഫ്റ്റ് അഥവാ ഗാർഡൻ ഐഡിയ. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുകളിൽ നമ്മൾ ചെടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടി നമ്മൾ ഫ്ലവറുകളുള്ള ചെടിയാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഫ്ലവറുകളുള്ള ചെടി നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചെടി വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഒരേപോലെ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഔട്ട്ഡോറിൽ ഗാർഡനിലാണ് സെറ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും ഇത് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ബലൂൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.